ഹലോ ഹായ് പേൾസ് കാർഡിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ബോഗൺവില്ല പ്ലാന്റുകളും മറ്റെല്ലാവിധ പ്ലാന്റുകളും മേടിക്കുന്ന കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യാറ് ഏതെങ്കിലും ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ സെയിൽ വീഡിയോ അല്ലെങ്കിൽ സെയിൽ പോസ്റ്റൊക്കെ കണ്ടിട്ടായിരിക്കാം. അപ്പോൾ ആ സെയിൽ വീഡിയോയിലോ സെയിൽ പോസ്റ്റിലോ കൊടുത്തിട്ടുള്ള പ്ലാന്റുകളോട് സമാനമായ പ്ലാന്റുകളായിരിക്കും നമ്മുടെ കൈകളിൽ കിട്ടുമെന്നുള്ള വിശ്വാസത്താലാണ് നമ്മൾ ഓരോരുത്തരും പണം അയച്ചു കൊടുത്ത് പ്ലാന്റുകൾ ബുക്ക് ചെയ്യുന്നത്. എന്നാൽ അപൂർവം ചില സെല്ലർമാർ സെയിൽ പോസ്റ്റോ സെയിൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അടിപൊളി പ്ലാന്റുകളായിരിക്കുള്ളൂ സെയിൽ പോസ്റ്റിലൊക്കെ കൊടുക്കുക. നല്ല പോട്ട് സൈസ് അടിപൊളി പ്ലാന്റുകൾ, അതേപോലെ തന്നെ കവർ സൈസ് ആയാലും നല്ല ഹെൽത്തി പ്ലാന്റുകൾ. ഇത് കണ്ടിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ് ഓർഡർ ചെയ്യുക. ഇതിനോട് സമാനമായ പ്ലാന്റുകൾ കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഓരോരുത്തരും ബുക്ക് ചെയ്യുക. ഓർഡർ ചെയ്ത് നമ്മുടെ കൈകളിൽ കിട്ടുന്ന പ്ലാന്റുകളുടെ അവസ്ഥ ചിലപ്പോൾ ഈ അവസ്ഥക്കായിരിക്കും. ഇങ്ങനത്തെ പ്ലാന്റ് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുക. ചിലപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റുകൾക്ക് ആയിരിക്കും. എല്ലാ സെല്ലർമാരെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ചില സെല്ലർമാർ. അപ്പോൾ പലർക്കും പല ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന സെല്ലർമാരിൽ നിന്ന് പ്ലാന്റുകൾ മേടിക്കാൻ പരമാവധി ശ്രമിക്കുക. ഓർഡർ ചെയ്ത പ്ലാന്റ് നമ്മുടെ കൈകളിൽ കിട്ടിയാൽ ഉടൻ തന്നെ ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സെല്ലർമാർക്ക് വിട്ടുകൊടുക്കുക. അപ്പോൾ തെളിവ് സഹിതം നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമല്ലോ. പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാന്റുകൾ മാറ്റി തരണമെന്നില്ല. അവിടെ കൈകളിൽ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഒരുവിധം നല്ല സെല്ലർമാരൊക്കെ നമുക്ക് പ്ലാന്റുകൾ മാറ്റി തരും കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നെറ്റ് പോട്ട് പ്ലാന്റുകൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഒന്നിൽ കവർ സൈസ് അല്ലെങ്കിൽ പോട്ട് സൈസ് മേടിക്കുക കേട്ടോ. നെറ്റ് പോട്ടിൻ്റെ ഗുണം കിട്ടുന്നത് ഞങ്ങളെപ്പോലുള്ള ചില നഴ്സറിക്കാർക്കാണ്. അവർക്ക് കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും കണ്ടോ നെറ്റ് പോട്ട് വഴി. വേണം നെറ്റ് പോട്ട് പെട്ടെന്ന് നിറക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കുക പരമാവധി. നെറ്റ് പോട്ടിലത്തെ പ്ലാന്റ് നമുക്ക് ചട്ടിയിലേക്ക് വെച്ചിട്ട് പിന്നീട് വരുന്ന കംപ്ലൈൻ്റാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അടിയിൽ നെറ്റ് ഉണ്ടാവും. ഓ കണ്ട, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നീട് ചെടി ഗ്രോത്ത് ആവുന്നതനുസരിച്ച് ഇതിൻ്റെ റൂട്ട് ഡെവലപ്പ് ആവും. റൂട്ട് ഡെവലപ്പ് ആകുമ്പോൾ കണ്ട ഈ നെറ്റ് ഇതിന് ചുറ്റും നെറ്റ് ആവരണം ചെയ്യും. പിന്നെ ചെടിക്ക് ആവശ്യമായ പോഷകങ്ങളും മറ്റും കിട്ടാതെ വരുമ്പോൾ ചെടി ഡാമേജ് ആവും. അതുകൊണ്ടാണ് നെറ്റ് പോട്ട് പരമാവധി ഒഴിവാക്കാൻ പറയുന്നത്. പിന്നെ ഓൺലൈൻ പ്ലാന്റുകളൊക്കെ മേടിക്കുമ്പോഴേ ഒന്നില്ലെങ്കിൽ അവരേൽ ചിലപ്പോൾ ഇരിക്കുന്നത് UV പ്രൊട്ടക്ഷനിൽ ഷെയ്ഡിലൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ആ പ്ലാന്റുകൾ നമ്മൾ ഡയറക്റ്റ് നല്ല സൺലൈറ്റ് ഉള്ളിടത്തേക്ക് വെക്കുമ്പോൾ ചില വാട്ടങ്ങളോ അല്ലെങ്കിൽ ചെടി കംപ്ലൈൻ്റ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പ്ലാന്റ് സ്ഥിരമായിട്ട് മേടിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, അറിയാത്തവർക്കായിട്ടുണ്ടത്. മഴയൊക്കെ മാറി നമ്മുടെ ചെടികളൊക്കെ നിറഞ്ഞ് പൂക്കൾ തരുന്ന സമയമായി. എല്ലാ കൂട്ടുകാരുടെയും കൊച്ചു പൂന്തോട്ടങ്ങൾ എല്ലാം പൂക്കൾ കൊണ്ട് നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.